കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം മറച്ചുവെക്കാൻ വേണ്ടി അവർക്ക് ഒരു രക്തസാക്ഷിയെ വേണം. കോൺഗ്രസിൽ ഇപ്പോൾ പലരും പല വഴിക്കാണ്. കാരണം 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അവർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയും ഈ കേരളത്തിൽ വർക്കൗട്ട് ആവുന്നില്ല. പല ശ്രമവും നടത്തി നോക്കി. അപ്പം അതിനിടയിലാണ് KPCC പ്രസിഡന്റ് മാറിയത്, ഇവരുടെ മുന്നണി കൺവീനർ മാറിയത്. നല്ല അടി നടക്കുകയാണ്. ഇന്നലെ സുധാകരൻ തന്നെ പറഞ്ഞല്ലോ, എന്നെ അപമാനിച്ചിറക്കി വിട്ടു എന്ന്. അപ്പോൾ തൽക്കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സംഘർഷമില്ലാതെ മറ്റു വഴിയില്ല. ആ സംഘർഷത്തിൻ്റെ കൊട്ടേഷൻ എടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടം കണ്ണൂരിലേക്ക് വണ്ടി കയറിയിട്ടുള്ളത്. അങ്ങനെ സംഘർഷമുണ്ടാക്കാൻ കൊട്ടേഷൻ എടുത്ത് അങ്ങോട്ട് കയറി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്നാണ് കരുതിയത്. പക്ഷേ കണ്ണൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് ഇമാതിരി ഉഡായിപ്പ് വിദ്യകളുമായിട്ട് യൂത്ത് കോൺഗ്രസ് പുറപ്പെട്ടാൽ അതിനെയെല്ലാം നിലക്ക് നിർത്താൻ DYFI കഴിയും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇടപെടൽ ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥന്മാരും ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പം അതിൽ ജനീഷ് കുമാർ MLA അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ടാവുന്നു. അപ്പം ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്യായമായി ആളുകളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത്. തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ പുറപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾക്കും പാർട്ടി നേതാക്കൾക്കും ഇടപെടേണ്ടി വരും. അല്ല, ആ പരാമർശത്തോട് ഞാൻ യോജിക്കുന്നില്ല. അതെല്ലാം അദ്ദേഹത്തിൻ്റെ പരാമർശമാണ്. ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം നടത്തിയ ഇടപെടലാണ്. നിങ്ങൾ അദ്ദേഹം നടത്തിയ ഇടപെടൽ കാണാതെ ഒരു പരാമർശത്തെ മാത്രം എടുത്ത് വാർത്തയാക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം നടത്തിയ ഇടപെടൽ എന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലാണ്. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ നിയമത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ രോഷപ്രകടനമാണ് ഉണ്ടായത്. അത് സ്വാഭാവികമാണ്. അതൊരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നത്. അതിനപ്പുറത്ത് ആ സംഭവത്തിലെ ഏതോ ഒരു പദമെടുത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല.